പറ്റാത്ത സദ്യയിലുള്ള ഒരു വിഭവമാണ് സാമ്പാർ. നല്ല വറുത്തരച്ച സാമ്പാറും നല്ല ചൂട് ചോറും അല്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കല്യാണ വീടുകളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും നല്ല ടേസ്റ്റിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3/4 ഭാഗം തേങ്ങ ചിരവിയത് ഞാൻ അതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. സാമ്പാറിൽ ഉലുവ ചേർക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ സാമ്പാറിൽ എന്തായാലും ഉലുവ ചേർക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പെരുംജീരകമല്ല ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സാദാ ജീരകം എന്നും പറയും. അപ്പോൾ അതാണ് 1/2 ടീസ്പൂണ് ചേർത്തിട്ടുള്ളത്. ഇനി 3/4 ടീസ്പൂൺ കുരുമുളക് ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ച കുരുമുളക് നമുക്ക് യൂസ് ചെയ്യാം. 3 വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില എന്നിവ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അധികം നിങ്ങൾ കരിഞ്ഞു പോകരുത്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ആ കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മറന്നു പോകരുത്. ഇനി അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ ഞാനിവിടെ 10-15 വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് എണ്ണ മാത്രം ചേർത്തിട്ട് നന്നായിട്ടത് അരച്ചെടുക്കണം. അപ്പോൾ അമ്മി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിൽ അരയ്ക്കാം കേട്ടോ. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ആദ്യം തേങ്ങ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം. അതിനുശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളി നമ്മൾ ആദ്യം സോട്ട് ചെയ്തല്ലോ, അതും കൂടി ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടണം. വെള്ളം നിങ്ങൾ ഒട്ടും ചേർക്കാൻ പാടില്ല അരയ്ക്കുമ്പോൾ. ഇൻ കേസ് അത് നിങ്ങൾക്ക് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചാൽ മതിയാവും. വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകാം. കഴുകിയതിന് ശേഷം ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2 വിസിൽ വേവിക്കാം. അതായത് സ്റ്റീൽ കുക്കർ ആണെങ്കിൽ 2 വിസിൽ മതിയാവും, അല്ലെങ്കിൽ അലൂമിനിയം ആണെങ്കിൽ ഒരു വിസിൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കത് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ ഏതൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, എല്ലാ കഷ്ണങ്ങളും നീളത്തിലാണ് അരിഞ്ഞത്. ഇനി അടുത്തത് ഒരു മുരിങ്ങാക്കോല്, ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പച്ചക്കായ ഒരെണ്ണം, ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസ്ഡ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും, സാമ്പാറിലിടുന്ന എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചട്ടിയിൽ ഇടാൻ പോകുന്ന പച്ചക്കറീൻ്റെ മെഷർമെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അല്പം പുളി, അതായത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് അല്പം ചൂടുവെള്ളത്തിൽ കുതിർത്തത് അല്പം വെള്ളം കൂടിയും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളൊന്നും ഉടയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി പുളി നമുക്ക് അവിടെ എടുത്ത് വയ്ക്കാം. ചിലപ്പോൾ പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നല്ല സ്ട്രോങ് ഫ്ലേവറുള്ള മല്ലിപ്പൊടി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തു. നിങ്ങളുടെ വീട്ടിൽ ഫ്ലേവർ കുറവാണെങ്കിൽ കുറച്ചധികം മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഞാൻ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് അടുപ്പിൽ ഇത് നന്നായിട്ടൊന്ന് ഒരു 3/4 ഭാഗം വേവാവുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിവിടെ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ബോള് കായാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പച്ചക്കറികൾക്ക് ഒരു ഉടകിലും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വേവാകുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ട ഒരു 4 എണ്ണം കീറിയത്, അതുപോലെ തന്നെ തക്കാളി ഞാനിവിടെ
ഒരു 2 വലിയ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു വലിയ വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1/4 ഭാഗം വേവാകുമ്പോഴാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് പരിപ്പൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലോട്ടേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 1/4 ഭാഗം വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്ത് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2.5 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ കൂടുതൽ ഇഷ്ടം ഈ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നത് ഒരു സ്പൂണിലിട്ടിട്ട് ഒന്ന് കലക്കിയിട്ടാണ് അതിലോട്ടേക്ക് ഒഴിച്ചത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതായത് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ടുള്ള ആ അരപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അരപ്പ് ചേർത്ത് നമുക്ക് അധികം സാമ്പാർ തിളയ്ക്കേണ്ട. ഒരു 1, 2, 3 മിനിറ്റ് കൊണ്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ചക്കറി ഒന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ അലിയാൻ കാത്തു നിൽക്കേണ്ട. ചൂടിൽ നമ്മൾ അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കുന്ന സമയത്ത് അത് അലിഞ്ഞോടും. അതൊന്ന് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ വറവ് ഇടണം. വറവാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കടുക് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽ മുളക് നമ്മളിങ്ങനെ പിച്ചിയിട്ടാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് തന്നെ പാന് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് വരണം. അപ്പോൾ അത് നമുക്ക് ഒരു ചെറിയൊരു തവി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് മൂത്ത് വരുന്ന സമയത്ത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് സാമ്പാറിൽ ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒരു പാൻ കൊണ്ട് മൂടിക്കളയാം. അപ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവർ മുഴുവൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഓണത്തിന് ഉണ്ടാക്കണം, അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.